As I mentioned at the beginning, we are addressing not only those who are present here, but many around the world who are watching us. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ വിഷയം നാം കൈകാര്യം ചെയ്യുന്നത് മുമ്പിലിരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മാത്രം ഉദ്ദേശിച്ചല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. 3 groups of people are in view. 3 തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ എനിക്ക് വീക്ഷണത്തിലുള്ളത്. You can young people who are getting ready to be married. വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്ന യുവതി യുവാക്കൾ. And I already mentioned certain things that they should bear in mind when they choose their partner. അവരുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. And then second group is parents. What are the things that they should bear in mind when they consider marriage for their children? മക്കൾക്ക് വിവാഹാലോചനകൾ നടത്തുന്ന മാതാപിതാക്കൾ എന്തൊക്കെ കരുതണമെന്നുള്ളത് മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. And in this second session I am going to address mainly the third group, couples, husbands and wives who are already married. ഈ രണ്ടാമത്തെ സെഷനിൽ വിവാഹിതരായ ദമ്പതികളോടുള്ള ബന്ധത്തിൽ അവരെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Once you enter into marriage, it is your responsibility to sustain it, keep it up. വിവാഹത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ വിവാഹ ബന്ധം സൂക്ഷിക്കുക, നിലനിർത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. In John chapter 10 and verse 10, Jesus said, I have come to give you life and that too abundantly. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നാം കർത്താവ് പറയുന്നതായി കാണുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. Part of that abundance can be experienced in our family life also. ആ ജീവിതത്തിന്റെ ആ സമൃദ്ധി നമ്മുടെ കുടുംബ ജീവിതത്തിലും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നതാണ്. All of us can have an abundant family life. നമുക്കെല്ലാവർക്കും സമൃദ്ധമായ ഒരു കുടുംബ ജീവിതവും നയിക്കുവാൻ കഴിയും. That is possible only if both the husband and wife work at it. അതിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. Marriage is like a garden. വിവാഹം ഒരു പൂന്തോട്ടം പോലെയാണ്. If you want your garden to flourish and look good, you have to spend time on it. നിങ്ങളുടെ പൂന്തോട്ടം വളരെ മനോഹരമായി കാണപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിനുവേണ്ടി വളരെ സമയം ചെലവഴിക്കണം. You have to water it, you have to dig it, you have to put manure, then only the garden will flourish. അതിന് വെള്ളം തളിക്കണം, വളമിട്ട് കൊടുക്കണം, അത് വൃത്തിയാക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പൂന്തോട്ടം തഴച്ചു വളരുകയും പൂവുണ്ടാവുകയും ചെയ്യുകയുള്ളൂ. That is so with marriage. അങ്ങനെ തന്നെയാണ് വിവാഹവും. Married life will not automatically flourish. വിവാഹ ജീവിതം ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നു വരികയില്ല, അത് സ്വാഭാവികമായി തന്നെ വരുന്നതല്ല. Why? എന്താണ്? Because we are all children of Adam. നമ്മളെല്ലാവരും ആദാമിന്റെ മക്കളാണ്, അതാണ് കാരണം. We all have sinful tendencies in our flesh. നമ്മുടെ ജഡത്തിൽ പാപത്തിന്റെ സ്വഭാവം നമ്മളിൽ എല്ലാം ഉണ്ട്. Basically we are all selfish, seeking our own. നമ്മുടെ സ്വന്തം കാര്യം നോക്കുന്ന സ്വാർത്ഥമതികളാണ് നാം എല്ലാവരും. So when 2 children of Adam come together, it is not going to be easy. അതുകൊണ്ട് ആദാമിന്റെ 2 സന്തതികൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് അത്ര ലളിതമായി തീരുകയില്ല. So both of them need to work at it. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരുപോലെ ഈ കാര്യത്തിൽ വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. And when they focus on the progress of marriage, when they give their time and attention, it will function well. അതുകൊണ്ട് വിവാഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് അവരുടെ സമയവും ശ്രദ്ധയും കൊടുത്താൽ തീർച്ചയായും ആ വിവാഹം വളരുവാൻ ശക്തിപ്പെടുവാനിടയായി തീരും. But conflicts can come. എന്നാൽ പ്രശ്നങ്ങൾ തീർച്ചയായും വരും. I would like to talk about some areas of conflicts in the present day scenario. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുവാൻ കഴിയുന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I am saying this because this is what we see around us today. നമ്മുടെ ചുറ്റുപാടും നാം കാണുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. Why do we talk about all these negative things? ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും എന്തിനാണ് ഈ പറയുന്നത്? Unless we realize where we are going wrong, we will not be able to correct it. നാം എവിടെയാണ് തെറ്റുന്നതെന്ന് നാം അറിയാത്തിടത്തോളം കാലം നമുക്ക് ആ മേഖലകൾ ശരിയാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. If we just keep talking about wife submission and husband's leadership,
That we always hear at weddings. That is not enough. ഭർത്താവിന്റെ നേതൃത്വത്തെക്കുറിച്ചും ഭാര്യയുടെ അനുസരണവും കീഴ്പ്പെടലിനെ കുറിച്ചും മാത്രം നാം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അത് എപ്പോഴും നാം വിവാഹങ്ങളിൽ കേൾക്കുന്നതുമാണ്. All the weddings, that is what we hear. എല്ലാ വിവാഹത്തിലും ഇത് തന്നെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നതും. In spite of hearing it 1,000 times, things are not working well. 1000 പ്രാവശ്യം ഇത് കേട്ടിട്ടും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. That means we need to go deeper into issues and apply biblical principles in day-to-day life. ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂല്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയെങ്കിലേ വിജയത്തിലേക്ക് പോവുകയുള്ളൂ. It is not enough to believe and preach these things as a theory. ഇത് വിശ്വസിച്ച് ഇത് പ്രസംഗിക്കുക മാത്രം, ഇതൊരു തിയറിയായി മനസ്സിലാക്കി പ്രസംഗിക്കുക മാത്രം ചെയ്താൽ പോരാ. So we will go into some specific areas where we see problems today. നമ്മൾ ഇന്ന് ജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങളുടെ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. There is breakdown in fidelity, that is faithfulness in many marriages. വിശ്വസ്തതയിൽ വിഘടനം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. This is not a good subject to speak from the pulpit. ഇത് പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ കൊള്ളാവുന്ന ഒരു വിഷയമല്ല. But nobody speaks about this. ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. But it is important that we speak about it because we need to be warned about the dangers involved in this. ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് വളരെ ആവശ്യമായതുകൊണ്ട് ഇത് നാം സംസാരിച്ചേ മതിയാവുകയുള്ളൂ. From the moment two people come together in marriage, they have to maintain absolute faithfulness till the last moment of their life. ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ കടന്നു വരുന്ന ജീവിതം ആരംഭിക്കുന്നത് മുതൽ അവരുടെ അന്ത്യശ്വാസം വരെയും അന്യോന്യമുള്ള വിശ്വസ്തത അവർ തുടരേണ്ടതാണ്. When you get married, you enter into an understanding together. നാം വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്യോന്യം മനസ്സിലാക്കുവാൻ തുടങ്ങുകയാണ്. You agree upon certain things. ചില കാര്യങ്ങളിൽ നാം അന്യോന്യം സമ്മതിക്കുകയാണ്. When you say the vows in the name of the triune God, you are giving your hand to each other and you are agreeing upon certain things. അന്യോന്യം കൈകൊടുത്ത് നാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ഉടമ്പടിയോടുകൂടെ നാം അന്യോന്യം ചില കാര്യങ്ങൾ സ്വീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുകയാണ്. But when one of them become unfaithful to the other, അതിൽ ഒരാൾ മറ്റേ ആളിനോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, that is when one gives more importance to a third person other than his partner. അതായത് ആ വ്യക്തി തന്റെ ജീവിത പങ്കാളിക്കല്ലാതെ മൂന്നാമത് വേറൊരാൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ, such things are happening today. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നു. I don't want to go into the details. It is just terrible. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ ബീഭത്സമാണ്. When such things happen, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ they are violating the agreement that they entered into at the point of marriage. അവരുടെ വിവാഹ സമയത്ത് അവർ പ്രവേശിച്ച ആ സമർപ്പണത്തിൽ നിന്ന് അവർ മാറുകയാണ്. It is trespassing whatever the couple promised before the minister and before God on that day. ദൈവദാസന്റെയും ദൈവത്തിന്റെയും മുമ്പാകെ അവർ ചെയ്ത പ്രതിജ്ഞയുടെ അതിരുകടന്ന് ലംഘനം നടത്തി പോവുകയാണ് അവർ. Faithfulness to your spouse is faithfulness to God. നമ്മളുടെ ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. When you become unfaithful to your spouse, you are becoming unfaithful to God. നിന്റെ ജീവിത പങ്കാളിയോട് നീ അവിശ്വസ്തതയുള്ള ആളുകളാകുമ്പോൾ നീ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുകയാണ്. When something goes wrong in a marriage, ഒരു വിവാഹത്തിൽ ചില കാര്യങ്ങൾ തെറ്റായ വിധത്തിൽ പോകുമ്പോൾ one gets dissatisfied over his partner. തന്റെ ജീവിത പങ്കാളിയിൽ അസംതൃപ്തിയുള്ള ആളായി തീരുകയാണ് അദ്ദേഹം. They think that my partner lacks certain things. അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്റെ ജീവിത പങ്കാളിക്ക് ചില കുറവുകളുണ്ട്. I am not getting the affection and emotional help that I need to get. എനിക്ക് കിട്ടേണ്ട സ്നേഹവും വൈകാരികമായ സഹായവും കിട്ടുന്നില്ല. Then they turn to somebody else. അപ്പോൾ അവർ മറ്റൊരാളിലേക്ക് തിരിയുന്നു. They find comfort in someone else. അവർ മറ്റൊരാളിൽ ആശ്വാസം കണ്ടെത്തുന്നു.
They look for someone else to meet their need. അവരുടെ സ്വന്തം ആവശ്യം നടത്തി കിട്ടുവാൻ അവർ മൂന്നാമതൊരാളിനെ സമീപിക്കുന്നു. Now all may not leave their partner and go after somebody. എല്ലാ മനുഷ്യരും തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ പുറകെ പോകുന്നില്ല. Very few cases like that. വളരെ ചുരുക്കമേ ഉള്ള അങ്ങനെ സംഭവിക്കുന്നത്. But in their mind and their imaginations they sin by being inclined to somebody else. എന്നാൽ അവരുടെ ചിന്തയിലും അവരുടെ സ്വപ്നങ്ങളിലും അവർ ആ നിലയിൽ മാറി മറ്റൊരാളോട് ചേരുന്നു. You remember in Matthew 5:28, നാം മത്തായി സുവിശേഷം 5:28 കാണുന്നു. The Lord Jesus said, if you look at a woman to lust after her, you have committed adultery in your heart. ഒരു സ്ത്രീയെ മോഹിച്ചുകൊണ്ട് നോക്കിയാൽ അവളോട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. When we apply that principle here, ആ വലിയ തത്വം നാം ഇവിടെ കൊണ്ടുവന്നാൽ, when your heart gets attracted to a person other than your partner, you are committing adultery, though you may not have touched the other person. നിന്റെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ അല്ലാതെ മറ്റൊരാളോടുള്ള ബന്ധത്തിൽ തെറ്റായ ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ നീ ആളിനെ തൊട്ടിട്ടില്ലെങ്കിലും നീ വ്യഭിചാരം ചെയ്യുന്നു. In Job 31, ഇയ്യോബിന്റെ പുസ്തകം 31 verse 1, Job says, I made a covenant with mine eye, how can I look at a virgin? ഇയ്യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണിനോട് ഒരു നിയമം ചെയ്തിരിക്കെ എനിക്ക് എങ്ങനെ ഒരു യുവതിയെ നോക്കുവാൻ കഴിയും. As you continue to read, നാം അത് വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, you read it later at home. അത് തീർച്ചയായും വീട്ടിൽ പോയി പിന്നീട് വായിക്കണം. Job says, ഇയ്യോബ് പറയുകയാണ്, if my heart was enticed by another woman, മറ്റൊരു സ്ത്രീയുമായി എൻ്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടെങ്കിൽ, അവളിൽ ആകർഷിക്കപ്പെട്ടെങ്കിൽ, then I stand deserving judgment. ഞാൻ ദൈവമുമ്പാകെ ന്യായവിധിക്ക് യോഗ്യനായി നിൽക്കുന്നു. Job says that. ഇയ്യോബ് അത് പറയുന്നുണ്ട്. Not if I commit adultery with other woman. That's not what Job is saying. ഞാൻ മറ്റൊരു സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തെങ്കിൽ എന്നല്ല ഇയ്യോബ് പറയുന്നത്. If my heart was attracted, pulled towards someone, മറ്റൊരു സ്ത്രീയിലേക്ക് ഞാൻ വശീകരിക്കപ്പെട്ടെങ്കിൽ എന്നാണ്. that is equal to adultery. അത് വ്യഭിചാരത്തിന് തുല്യമാണ്. How many people take it that way today? ഇത് ആ നിലയിൽ ഇന്ന് എത്ര പേര് എടുക്കുന്നുണ്ട്? In today's world, unfaithfulness is a very common thing that is creeping into the midst of believers also. ഇന്നത്തെ ലോകത്തിൽ അവിശ്വസ്തത എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അതിന്ന് വിശ്വാസികളിലേക്കും വന്നെത്തുന്നു. Therefore, അതുകൊണ്ട് all the believers should learn how to control your thoughts and imagination. എല്ലാ വിശ്വാസികളും തങ്ങളുടെ വിചാരങ്ങളെ എങ്ങനെ പിടിച്ചടക്കണം, നിയന്ത്രിക്കണമെന്ന് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. You should learn how to guard your eyes. നിന്റെ കണ്ണിനെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് നീ പഠിക്കണം. You should be open in communication with your own spouse. നിന്റെ ജീവിത പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്ന വ്യക്തിത്വമായിരിക്കണം നീ. Avoid being away with another person of the opposite sex for a longer time. മറ്റ് ഒരു വ്യക്തിയുമായി, നമ്മുടെ മറ്റൊരു ലിംഗത്തിലുള്ള മറ്റൊരു വ്യക്തിയുമായി കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കുന്നത് ഇല്ലാതാക്കുക. In the office, നമ്മുടെ ഓഫീസിലാകട്ടെ, I hope you know the office situation today. നിങ്ങൾക്ക് ഇന്നത്തെ ഓഫീസുകളുടെ സാഹചര്യം അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Men and women working day and night together in the same office. പുരുഷനും സ്ത്രീയും ഒരു ഓഫീസിൽ തന്നെ രാവും പകലും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. They talk to each other. അവർ ഒന്നിച്ച് സംസാരിക്കുന്നു. They become friends with one another. അവർ അന്യോന്യം സ്നേഹമുള്ളവരായി തീരുന്നു. And there is great danger involved in it. അതിൽ തന്നെ വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. Spending time alone in the office. അവിടെ തനിയെ ഓഫീസിൽ സമയം ചെലവഴിക്കുന്ന രണ്ടുപേർ, they stand in danger of falling. അവർ വീഴ്ച ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു മേഖലയിലാണ്. All that I want to say is, all of us should take care to see that we do not spend time alone with a person of the opposite sex apart from our wife. നമ്മുടെ ജീവിത പങ്കാളി അല്ലാതെ മറ്റൊരു സ്ത്രീയുമായുമോ ഒരു പുരുഷനുമായുമോ തനിയെ സമയം നാം ചിലവഴിക്കരുത്. ആ കാര്യത്തിൽ നാം നിർബന്ധം പാലിക്കണം. Don't show too much interest in another person. മറ്റേ വ്യക്തിയിൽ
ഒത്തിരി താല്പര്യം നാം കാണിക്കരുത്. They may come up with all their stories and the tales of sorrow in their own married life. അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും അവരുടേതായ കുടുംബ ജീവിതത്തിലെ പരാജയങ്ങളും വിഷമങ്ങളും ഒക്കെ അവർ ചിലപ്പോൾ നമ്മളോട് പങ്കുവെച്ചു എന്ന് വരാം. Don't go too much to sympathize with them and show affection to them, because that can lead to a wrong relationship. അവരോട് ഒത്തിരി സഹതാപവും സ്നേഹവും കാണിക്കുവാൻ നാം പോകരുത്. അത് ചിലപ്പോൾ ഒരു തെറ്റായ ബന്ധത്തിലേക്കും അപകടത്തിലേക്കും നയിക്കും. Never talk about the weakness of your wife or your husband to another person. നിന്റെ ഭർത്താവിന്റെ ബലഹീനതയോ ഭാര്യയുടെ ബലഹീനതയോ വേറെ ഒരു വ്യക്തിയോട് സംസാരിക്കരുത്. Don't show dissatisfaction about your marriage to a colleague or to a friend. നിങ്ങളുടെ ഒരു സ്നേഹിതയോടോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ആ സംതൃപ്തിയില്ലായ്മ ഒരിക്കലും വെളിപ്പെടുത്തരുത്. Even in Christian counseling, don't counsel a person of the opposite sex without your wife being with you. ക്രിസ്തീയ കൗൺസിലിംഗിൽ പോലും നിങ്ങളുടെ ഭാര്യയുമായിട്ടിരുന്നല്ലാതെ മറ്റൊരു സ്ത്രീയെ ആ നിലയിൽ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഉപദേശിക്കരുത്. So many of the people today are careless in these areas. ഈ ഏരിയയിൽ ഈ മേഖലകളിൽ ഇന്ന് അനേകരും ശ്രദ്ധയില്ലാത്തവരാണ്. Many are falling. അനേകരും പരാജയപ്പെടുകയാണ്. Because we don't talk about these things. കാരണം നാം ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. No one warns about these things. ഈ കാര്യത്തെ കുറിച്ച് ആരും മുന്നറിയിപ്പ് നൽകുന്നില്ല. These are practical life situations. ഇത് ജീവിത സാഹചര്യം ഇന്ന് ഉള്ളതാണെന്ന് ഓർക്കുക. I had a very encouraging, very good experience some years ago. ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ നല്ല രസകരമായ ഒരു അനുഭവം ഉണ്ടായി. I was in Malaysia in an assembly conference. ഞാൻ മലേഷ്യയിൽ ഒരു സഭാ കോൺഫറൻസിന് വേണ്ടി പോയതാണ്. And there was a speaker from Canada, Joe Rees, also with me. Joe Rees is his name. കാനഡയിൽ നിന്നുള്ള ജോ റീസ് എന്ന ദൈവദാസനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. Some of you know him. He speaks at our IBF and conferences like that. നമ്മുടെ IBF മുതലായ കോൺഫറൻസുകളിൽ ജോറീസ് പ്രസംഗകനാണ്. So after the conference, കോൺഫറൻസ് കഴിഞ്ഞതിനു ശേഷം some brethren came to take me to another place. Take me to another place. അത് കഴിഞ്ഞപ്പോൾ ചില സഹോദരന്മാർ വന്ന് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് വന്നു. And this brother was to be taken to Kuala Lumpur, the capital. അവിടെ നിന്ന് കോലാലംപൂരിലേക്ക് തലസ്ഥാനത്തേക്ക് ആ സഹോദരന് പോകണമായിരുന്നു. So it was one sister, young sister in their assembly, who was assigned to take him. ആ സഭയിലെ ഒരു യുവ സഹോദരിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് വന്നത്. He is an elderly man, much older to me. എന്നേക്കാൾ വളരെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. So we were discussing about it. ഞങ്ങൾ അതിനെക്കുറിച്ച് സംഭാഷിച്ചു. So this brother straight away said, ഈ സഹോദരൻ നേരിട്ട് പറയുകയാണ്, I will not go with that sister. ആ സഹോദരിയോടൊപ്പം ഞാൻ പോവുകയില്ല. Some men should take me. ചില സഹോദരന്മാർ ആരെങ്കിലും എന്നെ കൊണ്ടുപോകണം. I have an understanding with my wife that I will not travel alone in a car with another woman. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു തീരുമാനമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയോടോ ഒരു യുവതിയോടോ മറ്റൊരു സ്ത്രീയോടോ ഒപ്പം ഒറ്റയ്ക്ക് കാറിൽ യാത്ര ചെയ്യുകയില്ല. This is something he said publicly. ഇത് പരസ്യമായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. And I talked to him about it. ഞാൻ അദ്ദേഹത്തോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. He said, brother, this is an understanding I have with my wife. I will not violate it. I will not travel like that. ഞാൻ ഇതെന്റെ ഭാര്യയുമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല സഹോദര എന്ന് പറഞ്ഞു. I was greatly encouraged to see the integrity of that man. ആ വ്യക്തിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥത സത്യസന്ധത അതിൽ ഞാൻ ആകൃഷ്ടനായി. So many evangelists are careless. അനേക സുവിശേഷകന്മാരും ശ്രദ്ധയില്ലാത്തവരാണ്. So many other men and women are careless. അനേക മനുഷ്യരും പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധയില്ലാത്തവരാണ്. Therefore, someone else other than your partner slowly gains importance in your life. അങ്ങനെ നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലാതെ മറ്റൊരു പുരുഷനോ സ്ത്രീയോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ആളായി തീരുന്നു. That creates a lot of trouble. അത് ഒത്തിരി പ്രശ്നങ്ങൾക്ക് കാരണമാകും. Externally, nothing may happen. പുറമേ ഒന്നും സംഭവിക്കുകയില്ലായിരിക്കാം. But in your heart gets inclined to another person in your imagination, and that is sin in the sight of God. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മറ്റൊരാളിനോട് ആകൃഷ്ടരായി നിങ്ങൾ തെറ്റായ നിലയിൽ ചിന്തിക്കും. അത് ദൈവം മുമ്പാകെ പാപമാണ്. In 1 Thessalonians chapter 5 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ and verse 22, അതിന്റെ 22-ാം വാക്യം, it says, avoid the appearance of evil. പാപത്തിന്റെ എല്ലാ
5:22, maybe you can read. 1 തെസ്സലോനിക്കർ 5:22. 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുന്നു. സകലവിധ ദോഷവും വിട്ടകലുവീൻ. Now, the English usage, appearance of evil means even if it looks like evil, you avoid it. അവിടെ appearance of evil എന്ന വാക്കിന്റെ അർത്ഥം ദോഷമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുമാറുക എന്നാണ്. There are many other verses in the Bible that talk about our need to maintain purity and holiness. നമ്മൾ വിശുദ്ധി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുന്ന അനേക വാക്യങ്ങൾ ബൈബിളിലുണ്ട്. Anyone having problem in this area, ഈ മേഖലയിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ you should go to God with it. ദൈവത്തിന്റെ മുമ്പാകെ ആ വിഷയവുമായിട്ട് പോകണം. Also seek the help of some other godly person to help you out of it. ഈ കാര്യത്തിൽ നിന്ന് പുറമേ വരുവാനായിട്ട് ദൈവഭക്തിയുള്ള ചില സഹോദരങ്ങളുടെ സഹായം നിങ്ങൾ കണ്ടെത്തണം. In my notes I have written out 10 rules to maintain purity in this area. ജീവിത വിശുദ്ധി സൂക്ഷിക്കാൻ ഈ മേഖലയിൽ നാം കാണേണ്ട 10 കാര്യങ്ങൾ ഞാൻ എൻ്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. I am not going into the details of all that. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുകയില്ല. But avoid all appearance of evil, all possibility of a fall in this area. സകലവിധ ദോഷവും വിട്ടകലണം. ദോഷമെന്ന് തോന്നുന്ന ഈ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും നാം ഉപേക്ഷിക്കണം. Some of those things may appear very harmless, just friendship, but even that has to be avoided. ചില കാര്യങ്ങൾ ഒട്ടും അപകടമില്ലാത്തതായിട്ട് തോന്നിയേക്കാം, ഒരു സ്നേഹബന്ധം മാത്രമാണെന്ന് തോന്നിയേക്കാം, എന്നാൽ അങ്ങനെ ഉള്ളതും നാം ഉപേക്ഷിക്കണം. So this is one area where husbands and wives can get into trouble. ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും അപകടത്തിലേക്ക് ചെന്ന് ചാടാവുന്ന ഒരു മേഖലയാണിത്. And this is increasing today. That is why I thought I will make a mention of it here. ഈ കാര്യം ഇന്ന് വളരെ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചത്. Especially in the context of men and women working together in offices. That was not so earlier, but now it is very, very common. പ്രത്യേകമായും ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഇന്നത് വളരെ ധാരാളമായിട്ടുണ്ട്. മുമ്പ് ഇത് അങ്ങനെ ഇല്ലായിരുന്നു. Many wives are dissatisfied. അനേക ഭാര്യമാരും അസംതൃപ്തരാണ്. There are husbands who are dissatisfied. അനേക പുരുഷന്മാരും അസംതൃപ്തരാണ്. But they dare not speak it out. അത് അവർ തുറന്നു പറയുന്നില്ല. But they are passing through turbulence. എന്നാൽ അവർ വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. Oh, we believers need to be very, very careful in this area. വിശ്വാസികൾ ഈ മേഖലയിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. Now I am focusing only on certain areas of problems. പ്രശ്നത്തിന്റെ ചില മേഖലകൾ മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധയോടെ പറയുന്നത്. Because we have no time to go to all the areas. എല്ലാ മേഖലകളിലേക്കും പോകുവാൻ നമുക്കിപ്പോൾ സമയമില്ല. Another major area of concern today is the interference of parents or in-laws in the family life of children. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും ഇടപെടൽ അനേക കുടുംബ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിൽ പ്രശ്നമായി തീരുകയാണ്. If you ask me what is the number one problem in our families today, ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ, indifference of parents. മാതാപിതാക്കളുടെ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അവർ ബഹുമാനിക്കാത്ത കാര്യമാണ് എന്ന് ഞാൻ പറയും. Parents are interfering in the day-to-day life of their children. അവർ കുഞ്ഞുങ്ങളുടെ ജീവിതകാര്യത്തിൽ ഇടപെടുന്നു, വല്ലാതെ അധികമായി ഇടപെടുന്നു എന്നുള്ളതാണെന്ന് ഞാൻ പറയും. I am not just giving a blind answer. I am saying like that because I know it for sure in many cases. ഞാൻ ചുമ്മാ അന്ധമായിട്ടൊരു പ്രസ്താവന നടത്തുകയല്ല. അനേക കുടുംബങ്ങളിൽ അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുക. See, our topic is biblical value. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മൂല്യത്തെക്കുറിച്ചാണ് നമ്മുടെ വിഷയം. About the relationship with in-laws also, there are certain values given to us in the word of God. അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടുമുള്ള ബന്ധത്തിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ദൈവവചനത്തിൽ നമ്മൾ അനേക വാക്യങ്ങൾ കാണുന്നുണ്ട്. Let us read that in Genesis 2 and verse 24. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമുക്ക് അതൊന്ന് വായിക്കാം. Therefore shall a man leave his father and his mother and shall cleave unto his wife, and they shall be one flesh. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. How many people have taken this verse seriously? എത്ര പേര്
ഈ വാക്യം ഗൗരവകരമായി എടുത്തിട്ടുണ്ട്. Here is a principle that God has laid down for married life. വിവാഹ ജീവിതത്തിനു വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു തത്വം നമുക്കിവിടെ കാണുവാൻ കഴിയും. Immediately after the first wedding, Adam and Eve, ആദ്യ വിവാഹമായ ആദാമിന്റെയും ഹവ്വയുടെയും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ this is one of the first statements God made. ആദ്യമായി ദൈവം പറഞ്ഞ ഒരു പ്രസ്താവനയാണിത്. A man shall leave his father and mother and shall cleave unto his wife. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. What does this mean? എന്താണ് ഇതിന്റെ അർത്ഥം? How do we apply this practically in our day-to-day life? ഇത് നമ്മുടെ അനുദിന പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നമ്മൾ കൊണ്ടുവരും? Now, there are some interesting observations about this verse. ഇവിടെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധയോടെ നാം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. This is repeated 3 times in the New Testament. പുതിയ നിയമത്തിൽ ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. Did you know that? Have you noticed that? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? In Matthew 19, മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ, Mark chapter 10, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, and Ephesians chapter 5. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ. You know, this truth is highlighted in these 3 New Testament passages. ഈ 3 പുതിയ നിയമ വേദഭാഗങ്ങളിലും ഈ വലിയ സത്യം പറഞ്ഞിട്ടുണ്ട്. And another interesting thing about this verse, ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മറ്റ് ശ്രദ്ധേയമായ ഒരു കാര്യം, when the Lord said this, there was no father and mother existing. കർത്താവ് ഇവിടെ ഈ കാര്യം പറയുമ്പോൾ അന്ന് പിതാവുമില്ല മാതാവുമില്ല. Have you thought about that? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? A man shall leave his father and mother, but at this point there is no father, there is no mother. ഒരു പുരുഷൻ അപ്പനെയും അമ്മയും വിടും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആദാമിന് ഒരു അപ്പനും ആ നിലയിലില്ല, അവിടെ ഒരു അമ്മയുമില്ല. Even when they were non-existent, God said this. അപ്പനും അമ്മയും ഇല്ലാതിരുന്ന കാലത്താണ് ദൈവം ഇത് പറയുന്നത്. That means this is something very important to God. അതുകൊണ്ട് ഈ കാര്യം ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. See, there are 2 types of human relationships. 2 തരത്തിലുള്ള മാനുഷിക ബന്ധങ്ങളുണ്ട്. One is permanent relationship. ഒന്ന് സ്ഥിരതയുള്ള ബന്ധം. That is that is husband and wife. അത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. What God has joined together, let not man separate. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. No leaving, permanent relationship. ഒരിക്കലും വേർപെടുവാൻ കഴിയില്ല സ്ഥിരതയുള്ള ബന്ധം. But there is another relationship. എന്നാൽ മറ്റൊരു ബന്ധമുണ്ട്. It is a temporary relationship in which there is some leaving involved. താൽക്കാലികമായിട്ടുള്ള ഒരു ബന്ധമാണത്. അവിടെ ഒരു വിട്ടുപിരിയൽ ഉണ്ടാകുന്ന ബന്ധമാണ്. That is parent-children relationship. അത് മാതാപിതാക്കൾ മക്കൾ ബന്ധമാണ്. That is what we read here. അതാണ് നാം ഇവിടെ വായിച്ചത്. That involves leaving at a particular point. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തുമ്പോൾ വിട്ടുപിരിയേണ്ടതായിട്ട് വരും. Which is that point? ഏതാണ് ആ പോയിന്റ്? All of us know that is the point of marriage. അത് വിവാഹത്തിന്റെ സമയമാണ്. What does leaving mean? വിട്ടുപിരിയുക എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എന്താണ്? It doesn't mean abandoning or rejecting or becoming indifferent. ഉപേക്ഷിക്കുക, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ബഹുമാനിക്കാതിരിക്കുക, വിട്ടുകളയുക എന്നല്ല അതിന്റെ അർത്ഥം. It is basically an emotional detachment. അതിന്റെ അർത്ഥം വൈകാരികമായി ഒരു വേർപാട്. You leave your parents' headship. നിങ്ങളുടെ മാതാപിതാക്കളുടെ അധികാരത്തിൻ കീഴിൽ നിന്നൊരു വിടുതൽ. You leave your dependence and security and comfort that you experienced from your father so far. നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾ ഏറ്റെടുത്തിരുന്ന സുരക്ഷിതത്വങ്ങളും സഹായങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഇതുവരെ അനുഭവിച്ചത് നിങ്ങൾ വിടുകയാണ്. And you start functioning as a separate family unit. നിങ്ങൾ ഒരു പ്രത്യേകമായ കുടുംബമായി ഇനി മുതൽ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. Sometimes you may be living with them in the same house. നിങ്ങൾ അതേ വീട്ടിൽ തന്നെ അവരോടൊപ്പം ആയിരിക്കും ചിലപ്പോൾ താമസിക്കുന്നതിനും. If possible, it is good to move out, but it is not possible all the time. സാധ്യതയെങ്കിൽ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്, എന്നാൽ എപ്പോഴും അത് നടക്കുകയില്ല.
Even if you live under the same roof, നിങ്ങൾ ഒരേ കൂരയ്ക്ക് കീഴിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും husband and wife should function as a separate family unit. ഭാര്യയും ഭർത്താവും വ്യത്യസ്തമായ ഒരു കുടുംബമായി തന്നെ പ്രവർത്തിക്കണം. There is a shift of priorities there. അവിടെ ചില പ്രാധാന്യങ്ങളിൽ ഒരു മാറ്റം വരികയാണ്. Wife takes priority over the parents. Wife takes priority more than the parents. മാതാപിതാക്കൾക്ക് കൊടുത്ത പ്രാധാന്യത്തെക്കാൾ അധികം ഭാര്യയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുകയാണ്. So for the husband, from the point of marriage, his wife is to be the most important person. വിവാഹത്തിന്റെ സമയം മുതൽ ഒരു ഭർത്താവിന് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിത്വം തന്റെ ഭാര്യയാണ്. A new relationship gives way to another relationship. ഒരു പുതിയ ബന്ധം ഒരു പുതിയ ബന്ധത്തിനു വേണ്ടി വഴി തുറക്കുകയാണ്, മാറ്റം വരുത്തുകയാണ്. Starting to function as an independent unit. ഒരു വ്യത്യസ്തമായ പ്രത്യേകതയുള്ള ഒരു യൂണിറ്റായി, ഒരു കുടുംബമായി അവർ തീരുകയാണ്. So what does that practically mean? എന്താണ് പ്രായോഗികമായിട്ട് അതിന്റെ അർത്ഥം? After marriage, വിവാഹത്തിന് ശേഷം wife should be the most important person in husband's life. ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിത്വം ഭാര്യയായിരിക്കണം. They should consult each other when they make a decision. അവരൊരു തീരുമാനമെടുക്കുമ്പോൾ അന്യോന്യം ആലോചിച്ച് തീരുമാനിക്കണം. And wife's opinion should matter more than the parents' opinion. മാതാപിതാക്കളുടെ അഭിപ്രായത്തെക്കാൾ അധികം ഭാര്യയുടെ അഭിപ്രായത്തിന് വിലയുണ്ട്. But if they want to consult their parents, അവരുടെ മാതാപിതാക്കളോട് ആലോചിക്കണമെങ്കിൽ together they can do that. അവർക്ക് ഒന്നിച്ച് നിന്ന് അത് ചെയ്യാം. Now what is the importance of together? അത് ഒരുമിച്ച് എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണ്? The wife should not go to her parents and the husband should not go to his parents. ഭാര്യ അവളുടെ മാതാപിതാക്കളുടെ അടുത്തേക്കും ഭർത്താവ് അവന്റെ മാതാപിതാക്കളുടെ അടുത്തേക്കും ആലോചനയ്ക്ക് വേണ്ടി പോകരുത്. They give two conflicting ideas and there will be conflict in the family. അവര് രണ്ട് വ്യത്യസ്തമായ ആശയം തരികയും അത് ഒരു വിഘടനം ഉണ്ടാക്കുവാൻ ഇടയാകുകയും ചെയ്യും. So the husband and wife should say, ഭാര്യയും ഭർത്താവും പറയണം, let us ask our parents. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കാം. Consult your parents. നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുക. You listen to them. അവരെ കേൾക്കുക. But the final decision should be taken by the husband and wife in consultation. ആത്യന്തികമായ തീരുമാനം ഭാര്യയും ഭർത്താവും അന്യോന്യം ആലോചിച്ച് തന്നെ ആയിരിക്കണം. Don't allow your parents to influence you more than your spouse. നിങ്ങളുടെ ജീവിത പങ്കാളിയേക്കാൾ അധികം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്വാധീനിക്കുവാൻ അവസരമുണ്ടാക്കരുത്. What is happening today? ഇന്നെന്താണ് സംഭവിക്കുന്നത്? Each one goes to their parents. ഓരോരുത്തരും അവരുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ചെല്ലും. They give their opinion. ആ മാതാപിതാക്കൾ അവരുടെ മക്കളോട് അവരുടെ അഭിപ്രായം പറയും. And the husband and wife are in conflict. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഇപ്പോൾ രണ്ട് വ്യത്യസ്തമായ തലങ്ങളിലായി. Once you are married, your focus should be the health of your family. നിങ്ങൾ വിവാഹിതരായ ശേഷം നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യസ്ഥിതിക്കായിരിക്കണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. So the husbands and wives should take care to see that you consult your parents only after consulting one another. നിങ്ങൾ തീർച്ചയായും ഭാര്യയോട് ഭർത്താവ് സംസാരിച്ചതിന് ശേഷവും ഭർത്താവിനോട് ഭാര്യ സംസാരിച്ചതിന് ശേഷവും മാത്രമേ നിങ്ങളുടെ മാതാപിതാക്കളോട് ആലോചന ചോദിക്കുവാൻ പോകാവൂ. You should always focus on building your relationship with your spouse. നിങ്ങൾക്ക് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം പണിയുന്നതിലായിരിക്കണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. At the same time, അതേ സമയത്ത് തന്നെ husband and wife should bear in mind that their parents are to be respected. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളത് ഭാര്യയും ഭർത്താവും അവരുടെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. Their needs should be taken care of. അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കണം. They should be concerned about their parents. അവരുടെ മാതാപിതാക്കളെ കുറിച്ച് കരുതലുള്ളവരായിരിക്കണം. You should confirm your love to your parents even after you are married. നിങ്ങളുടെ വിവാഹത്തിന് ശേഷവും നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കണം. So it doesn't mean you abandon them. അവരെ ഉപേക്ഷിച്ച് കളയുകയാണ് എന്നല്ല അതിന്റെ അർത്ഥം. But it means your priority is shifted from your parents to your spouse. നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. I know of some husbands and wives who don't care for their parents. എനിക്കറിയാം ചില ഭാര്യമാരും ഭർത്താക്കന്മാരും അവരുടെ മാതാപിതാക്കളോട് ഒരു കരുതലുമില്ലാത്തവരാണ്.
They have material needs, but they don't care. ആ മാതാപിതാക്കൾക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, പക്ഷേ ഇവർ കരുതുന്നില്ല. It's a terribly wrong thing to do that. അത് വളരെയധികം ഗൗരവകരമായ ഒരു തെറ്റാണ്. Parents who brought up to this point, they are to be cared and they are to be loved till the last moment of our life on this earth. നമ്മളുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെയും നമ്മളെ വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. Just because you are married, there is no reason for you to ignore the needs of your parents. നിങ്ങൾ വിവാഹിതരായി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആവശ്യത്തെ അവഗണിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. At the same time, അതേ സമയത്ത് തന്നെ priority should always be to your family. നിങ്ങളുടെ കുടുംബത്തിനായിരിക്കണം പ്രാധാന്യം. Let me say a word to the parents. മാതാപിതാക്കളോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. Once your children are married, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കൽ വിവാഹിതരായി കഴിഞ്ഞാൽ release them and allow them to build their own family. അവരുടെ കുടുംബം പണിയാനായിട്ട് അവരെ വിടുക. I think that's the best usage. Just leave them. അവരെ അതിന് വിടുക. Make deliberate efforts not to interfere with the affairs of your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ കാര്യങ്ങളിൽ ഓരോ ചെറിയ കാര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടാതിരിക്കുക. Encourage them to make their own decisions. അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. They may make some mistakes. അവർ ചിലപ്പോൾ ചില തെറ്റുകൾ വരുത്തിയേക്കാം. Doesn't matter. Let them learn from their mistakes. അവരങ്ങനെ തെറ്റുകൾ വരുത്തി പഠിക്കട്ടെ. But when they ask for your advice, always be open to give them counsel. നിങ്ങളോട് അവർ ഉപദേശം ചോദിക്കുമ്പോൾ എപ്പോഴും അവർക്ക് ഉപദേശം കൊടുക്കുവാൻ തുറന്ന മനസ്സുള്ളവരായിട്ടിരിക്കുക. Don't remote control your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റിമോട്ട് കൺട്രോൾ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന പോലെ നടത്താതിരിക്കുക. This is one problem with our parents in many places. ഇത് അനേക ഇടങ്ങളിലും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു വലിയ പ്രശ്നമാണ്. They are in Pathanamthitta. പത്തനംതിട്ടയിലായാലും children are in Bangalore. അവര് പത്തനംതിട്ടയിലും മക്കള് ബാംഗ്ലൂരിലും. But everyday affairs the mother or father is controlling from here. ബാംഗ്ലൂരിലെ എല്ലാ ദിവസത്തെയും പ്രവർത്തനത്തെ ഇവിടെ പത്തനംതിട്ടയിൽ ഇരുന്നാണ് മാതാവോ പിതാവോ കൺട്രോൾ ചെയ്യുന്നത്. What did he say today? ഇന്ന് എന്തോ അദ്ദേഹം പറഞ്ഞത്? Then their daughter says something. മകള് ചില കാര്യങ്ങൾ പറയുന്നു. Then the mother here says, no, you don't have to listen to all that. ആ പറയുന്നതെല്ലാം ഒന്നും നിനക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. You also speak. നീ പറയണം. That's absolutely wrong. അത് തീർച്ചയായും തെറ്റാണ്. I want to tell you on the basis of the word of God. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. According to the verse that we read, നാം വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ parents have no business to interfere in the day-to-day affairs of their children. നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിലെ അനുദിന ആവശ്യങ്ങളിലും കാര്യങ്ങളിലും കയറി ഇടപെടുവാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ല. Let them make their decision. അവർ അവരുടെ തീരുമാനങ്ങൾ എടുക്കട്ടെ. You encourage them to do that. അവരെ ആ തീരുമാനം എടുക്കുവാൻ നീ പ്രോത്സാഹിപ്പിക്കണം. You treat them like adults. Don't treat them like children anymore. അവരെ പ്രായപൂർത്തിയായവരായിട്ട് തന്നെ കരുതുക, കുഞ്ഞുങ്ങളായിട്ട് ചിന്തിക്കരുത്. You should advise them to consult one another, not consult you. അന്യോന്യം ആലോചിച്ച് തീരുമാനിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാതെ എപ്പോഴും എല്ലാത്തിനും നിങ്ങളോട് ചോദിക്കാനായിട്ട് പഠിപ്പിക്കരുത്. But if you think that they are going in the wrong direction, you can always correct them, advise them. അവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾക്ക് അവരെ ഉപദേശിക്കാം. This is a very important thing. ഇതൊരു വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. My children are married. എന്റെ കുഞ്ഞുങ്ങൾ വിവാഹിതരാണ്. I must pray for them. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. And if they ask some counsel, I must give them. അവരെന്നോട് ചില ഉപദേശങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും. Don't interfere in their day-to-day affairs. God doesn't want you to do that. അവരുടെ അനുദിന ജീവിത കാര്യങ്ങളിലെല്ലാം ഇടപെടുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. Many parents are messing up the lives of their children today. ഇന്ന് അനേക മാതാപിതാക്കളാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്. This is a very sad thing. ഇതൊരു വളരെ ദുഃഖകരമായ സംഗതിയാണ്. Even if the church, even if the local assembly advises them, they just won't listen. അവരുടേതായ സ്ഥലം സഭകൾ എത്ര ഉപദേശിച്ചാലും അവര് ശ്രദ്ധിക്കുകയുമില്ല. So there are many helpless families today. ഇന്ന് അനേക കുടുംബങ്ങളും നിസ്സഹായരാണ്. All are saying, what can we do? എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? And the poor children are suffering. പാവം കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുകയാണ്. You see, God said all this at the very beginning so that
we will have a healthy family. ആരംഭത്തിലേ ദൈവം ഇതെല്ലാം പറഞ്ഞതിന്റെ കാരണം നമുക്ക് ആരോഗ്യകരമായ കുടുംബങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. Now, why do we have conflicts in our Christian marriages? നമ്മുടെ ക്രിസ്തീയ വിവാഹങ്ങളിൽ എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ? Are we not believers? നമ്മൾ വിശ്വാസികൾ അല്ലാഞ്ഞിട്ടാണോ? Don't we love the Lord? നമ്മൾ കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ? Yes, that is all true. അതെല്ലാം സത്യമാണ്. Then why do we have problems? എന്തുകൊണ്ടാണ് പിന്നെയും നമുക്ക് പ്രശ്നം? As I said earlier, simply because we are the children of Adam. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ആദാമിന്റെ മക്കളായതുകൊണ്ടാണ് പ്രശ്നം. We have this sinful nature in us. നമുക്ക് പാപ സ്വഭാവം നമ്മുടെ ജഡത്തിലുണ്ട്. We have selfishness and jealousy and anger and revenge in every one of us. നമുക്ക് എല്ലാവരിലും സ്വാർത്ഥതയും കോപവും പകരം വീട്ടുവാനുള്ള മനോഭാവവും അസൂയയും എല്ലാം ഉണ്ട്. Therefore, it is quite possible that we may face conflicts in our married life. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. Sometimes it may be some simple disagreement, sometimes it may be some serious problems. ചിലപ്പോൾ ഗൗരവതരമായ പ്രശ്നമാകാം, ചിലപ്പോൾ വളരെ ലളിതമായ അന്യോന്യം സമ്മതിക്കാൻ കഴിയാത്ത കൊച്ചു വിഷയങ്ങളാകാം. So don't think that you will have a conflict free marriage. പ്രശ്നമില്ലാത്ത ഒരു വിവാഹ ജീവിതം ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. I don't think it is possible. അത് സാധ്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. At some point there will be some conflict, maybe conflict of opinion or any such thing. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് സാധ്യമാണ്. But we should learn to handle problems correctly. എന്നാൽ പ്രശ്നങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ നാം പഠിക്കണം. Another reason for conflicts is that we are different people. നമ്മൾ വ്യത്യസ്തരായ ആളുകളാണ് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം. Do you know that two people in the world don't think alike? ലോകത്തിലുള്ള രണ്ട് വ്യക്തികൾ ഒരിക്കലും ഒരേ കാര്യം ഒരുപോലെയുള്ള കാര്യം ചിന്തിക്കുകയില്ല. Did you know that? അത് നിങ്ങൾക്കറിയാമോ? No two people in the world think alike. ലോകത്തിലെ രണ്ട് വ്യക്തികൾ ഒരേ സമയം ഒരുപോലെ ഒരേ കാര്യം ചിന്തിക്കുകയില്ല. Because we are human beings. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. God has made all of us different. നമ്മളെല്ലാം വ്യത്യസ്തരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. Don't think that good marriages will have no problems. നല്ല വിവാഹങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും കാണുകയില്ലെന്ന് ചിന്തിക്കരുത്. That is not true. അത് സത്യമല്ല. Conflicts are not necessarily because of a lack of spirituality. ആത്മീയതയുടെ കുറവ് കൊണ്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. Don't think that conflict will always destroy our marriage. നമ്മളുടെ കുടുംബജീവിതത്തിലെ എല്ലാ ജീവിതത്തെ ആകെ ഈ പ്രശ്നങ്ങൾ തകർക്കുമെന്നും ചിന്തിക്കരുത്. Don't think that quality marriages happen only to a few fortunate lucky people. വളരെ ഭാഗ്യമുള്ള ചുരുക്കം ചിലർക്ക് മാത്രമേ നല്ല വിവാഹ ജീവിതം ഉണ്ടായിട്ടുള്ളൂ എന്നും ചിന്തിക്കരുത്. That is not right. അത് ശരിയല്ല. All of us can have good marriages if we will work at it, if we will cultivate it. നാം ഈ വിവാഹ ബന്ധത്തെ വിലയുള്ളതായി കണ്ട് അതിനുവേണ്ടി നന്നായി പ്രവർത്തിച്ചാൽ നമ്മുടെ എല്ലാം കുടുംബജീവിതം നമുക്ക് വിജയകരമാക്കാൻ കഴിയും. What is special about a Christian home? ഒരു ക്രിസ്തീയ ഭവനത്തിന്റെ പ്രത്യേകത എന്താണ്? Is it that there are no problems? ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണോ? No. അല്ല. In a Christian home, ഒരു ക്രിസ്തീയ ഭവനത്തിൽ Christians are living, ക്രിസ്ത്യാനികളാണ് ജീവിക്കുന്നത്. but they know how to handle problems. എന്നാൽ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. Do you know who are the happiest couples? ആരാണ് ഏറ്റവും സന്തോഷമുള്ള ദമ്പതികളെന്ന് നിങ്ങൾക്കറിയാമോ? Not the ones who have no problem. ഒരു പ്രശ്നവും ഇല്ലാത്തവരല്ല. The happiest couples are the ones who know how to handle the problems that they face in their life. തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയണം, എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് അറിയുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ള ദമ്പതികൾ. Christian home is not a place where perfect people live. സമ്പൂർണ്ണതയുള്ള വ്യക്തിത്വങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമല്ല ക്രിസ്തീയ കുടുംബം. It is a place where members admit and understand their imperfections and they know
how to handle it. തങ്ങളുടെ അപൂർണതകൾ അംഗീകരിച്ച് അതിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നവർ ജീവിക്കുന്ന ഇടമാണ് ക്രിസ്തീയ ഭവനം. It is not what happens to you that matters, but how you respond to it that matters. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. Dr. Billy Graham once said about his own married life, തന്റെ കുടുംബജീവിതത്തെ കുറിച്ച് തന്നെ ഒരിക്കൽ ഡോക്ടർ ബില്ലി ഗ്രഹാം പറയുകയുണ്ടായി, we don't have a perfect marriage, ഞങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ വിവാഹം, സമ്പൂർണ്ണതയുള്ള വിവാഹം ഉണ്ടായിട്ടില്ല, but we have a great one. എന്നാൽ ഒരു വലിയ അതിമഹത്തായ ഒരു വിവാഹമാണ് ഞങ്ങളുടേത്. That is possible for all of us. അത് നമുക്കെല്ലാം സാധിക്കും. Because there is no perfect husband and no perfect wife. ഒരു സമ്പൂർണ്ണ ഭർത്താവോ സമ്പൂർണ്ണ ഭാര്യയോ എങ്ങുമില്ല. None of us are perfect. നമ്മൾ ആരും സമ്പൂർണ്ണരല്ല. Therefore, we may have imperfections in our married life. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കുറവുകളുള്ളവരാണ്. Therefore, the moment we realize our failures, we should be willing to acknowledge them and confess them and set it right. നമ്മുടെ പരാജയങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ തന്നെ അത് അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും അതിന് പരിഹാരം കാണുവാനും നാം പഠിക്കണം. Remember that God allows difficulties in your life to make you more Christ-like. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുവദിക്കുന്നത് നമ്മളെ ക്രിസ്തുവിനെ പോലെ ഉള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണെന്ന് നാം ഓർക്കണം. The conflicts will teach us patience. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ സഹനശക്തി ഉള്ളവരാക്കി തീർക്കും. It will teach us to forgive. അന്യോന്യം ക്ഷമിക്കുവാൻ അത് നമ്മളെ പഠിപ്പിക്കും. It will teach us to give and take. കൊടുക്കുവാനും വാങ്ങുവാനുമുള്ള മനോഭാവം നമ്മളിൽ വർദ്ധിപ്പിക്കും. It will teach us to humble ourselves. നമ്മളെ തന്നെ താഴ്ത്തുവാൻ അത് നമ്മളെ സഹായിക്കും. It will teach us to give up our rights. നമ്മളുടെ അവകാശങ്ങൾ വിട്ടുകളയുവാൻ ചില സമയം അത് നമ്മളെ അനുവദിക്കും. It will teach us to honor the opinion of others. മറ്റേ ആളിന്റെ അഭിപ്രായത്തെ ബഹുമാനിക്കുവാൻ അത് നമ്മളെ പഠിപ്പിക്കും. So the conflicts that come in our family life can mold us into Christ likeness if we humble ourselves and yield to God's plan. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുവാൻ വേണ്ടി നമ്മളെ സഹായിക്കും. നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴ്പ്പെടുകയും ചെയ്താൽ. In conclusion, അവസാനമായി I would like to give some biblical principles that would help us to live a life that is a family life that is pleasing to God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കുടുംബജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള ചില ദൈവവചന മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number 1. ഒന്നാമതായി, seek God's grace for help in your family life. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സഹായത്തിന് വേണ്ടി ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അന്വേഷിക്കുക, യാചിക്കുക. Because in our own strength we can never live a life pleasing to God. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. So husband and wife every day should seek God's wisdom. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും ദൈവിക ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് ചോദിക്കണം. Lord, help us to fulfill the responsibilities that your word instructs us. ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളെ ഉപദേശിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായി ഞങ്ങളെ സഹായിക്കണമെന്ന് അനുദിനവും ഭാര്യയും ഭർത്താവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. You need lot of grace for that. അതിനുവേണ്ടി വളരെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. How many of us pray for that? അതിനുവേണ്ടി നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? God, help me to be a good husband. കർത്താവേ, നല്ലൊരു ഭർത്താവായിട്ട് ഇരിപ്പാൻ എന്നെ സഹായിക്കണമേ. Help me to love my wife more. എന്റെ ഭാര്യയെ കൂടുതൽ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ. Help me to adjust with her more. അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ എന്നെ കൂടുതൽ പഠിപ്പിക്കണമേ. How many wives pray that they may be given the grace to submit to their husbands with all their heart? എത്ര ഭാര്യമാർ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ഭർത്താവിന് കീഴ്പ്പെടുവാൻ, അദ്ദേഹത്തെ ബഹുമാനിപ്പാൻ എന്നെ സഹായിക്കണം. Help me to honor my husband. എന്റെ ഭർത്താവിനെ ബഹുമാനിക്കാൻ എന്നെ സഹായിക്കണമേ. So, number 1, ഒന്നാമതായി, pray for grace to fulfill your marital responsibilities. ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നീ ദൈവത്തോട് യാചിക്കുക. Number 2, രണ്ടാമതായി, don't enter into unhealthy arguments in marriage. വിവാഹ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് പ്രവേശിക്കരുത്. You know, very often we want to win. പലപ്പോഴും നമുക്ക് ജയിക്കണമെന്നുള്ള താല്പര്യമാണ്. In order to win, we will argue to any extent.
ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നാം തർക്കിക്കും. Finally, you win the argument, but you lose the person. അവസാനമായി നമ്മൾ തർക്കത്തിൽ ജയിക്കും, പക്ഷേ നമുക്ക് വ്യക്തിയെ നഷ്ടപ്പെടും. You will not be able to talk to your wife for 1 week. ഒരാഴ്ചത്തേക്ക് പിന്നെ ഭാര്യയോട് മിണ്ടത്തില്ല. Or she may not talk to you. ഭാര്യ ഒരാഴ്ചത്തേക്ക് ഭർത്താവിനോട് മിണ്ടത്തില്ല. You won the battle. You won the argument. യുദ്ധം നിങ്ങൾ ജയിച്ചു, തർക്കത്തിൽ നിങ്ങൾ തന്നെയാണ് ജയിച്ചത്. But you lost the person. എന്നാൽ ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു. The Lord commissioned his disciples to go into all the world and win people, not win arguments. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഭൂമിയുടെ അറ്റത്തോളം പോയി സകലരെയും ജയിക്കുക, വ്യക്തികളുടെ മേൽ ജയം കൊള്ളാടുക എന്നാണ്, അല്ലാതെ തർക്കിച്ച് ജയിക്കുക എന്നല്ല. You win them to my side.